മലപ്പുറം എടപ്പാൾ ചേക്കന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 125 പവൻ സ്വർണ്ണാഭരണവും 65,000 രൂപയും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിലായി. മോഷണം നടന്ന വീട്ടുകാരുടെ ബന്ധുവായ പന്താവൂർ സ്വദേശി മൂസക്കുട്ടിയെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-നാണ് മോഷണം നടന്നത്. വീട്ടുകാർ പുറത്തുപോയ തക്കത്തിനാണ് മോഷ്ടാവ് സ്വർണ്ണാഭരണവും പണവും കവർന്നത്. പൊന്നാനി സിഐ മഞ്ജിത് ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ സ്വർണ്ണാഭരണവും പണവും ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 100ഓളം മോഷണ കേസുകളിലെ പ്രതിയെ താനൂർ പോലീസ് പിടിയിൽ. ഒഴൂർ കുട്ടിമാക്കാനത്ത് ഷാജഹാനാണ് താനൂർ സിഐ പി പ്രമോദും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. താനൂർ പ്രദേശങ്ങളിൽ ഭീതി പടർത്തി ആയുധവുമായാണ് ഇയാൾ മോഷണം നടത്താറുള്ളത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഒട്ടേറെ കേസുകൾ പ്രതിയാണ് ഷാജഹാൻ. സൈബർ സെല്ലിന്റെ സഹായത്തോടെ തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ്. ചിന്നക്കനാൽ, ശാന്തൻപാറ എന്നിവിടങ്ങളിൽ കയ്യേറിയതായി കണ്ടെത്തിയ റവന്യൂ ഭൂമിയിൽ സർവേ നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വാഗമൺ, ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയും കർശന നടപടിയാണ് കഴിഞ്ഞ നാളുകളിൽ റവന്യൂ വകുപ്പ് നടത്തിയിട്ടുള്ളത്. സർക്കാർ ഭൂമി പൂർണ്ണമായും വീണ്ടെടുക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ 5 ഇടങ്ങളിലായി സ്വകാര്യ വ്യക്തികൾ 25 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ നിജു കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചിന്നക്കനാൽ വില്ലേജിൽ 5ഓളം കേസുകളിലായിട്ട് 25 ഏക്കറോളം സർക്കാർ ഭൂമിയുള്ള കയ്യേറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതും ഉടൻ തന്നെ അതിലേക്ക് നടപടിയിലേക്ക് പോകണമെന്നുള്ള തീരുമാനത്തിലാണ്. HNL കമ്പനിക്ക് യൂക്കാലി മരങ്ങൾ കൃഷി ചെയ്യാൻ ലീസിന് നൽകിയിരിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. നിലവിലിവിടെ യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുമില്ല. കാട് കയറി കിടക്കുന്ന 326 ഏക്കർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. ന്യൂസ് 18 ഇടുക്കി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 19 വയസ്സുകാരനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി മുഹമ്മദ് അജ്മലിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 12-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യുവാവ് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന മഴയിൽ ജനജീവിതം ദുസ്സഹമായി. ഉടുമ്പൻചോലയിൽ നിരവധിയിടങ്ങളിൽ മരം കടപുഴക്കി വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടമുണ്ടായി. നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ജൂൺ മാസത്തിന് സമാനമായ രീതിയിലാണ് മേഖലയിൽ കഴിഞ്ഞ 4 ദിവസമായി മഴ പെയ്യുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഉടുമ്പൻചോല മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. നെടുങ്കണ്ടം ചോറ്റുപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. തകിടിയൽ രജിത ഷിബുവിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ആകെ പന്ന ചെയ്യണമെന്ന് നമുക്കറിയാം, അന്നേരം അറിയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഒരു തരത്തിലൊക്കെ നേരം വെളുപ്പിച്ചെന്ന് പറയാം. നേരെ കിടന്നുറങ്ങാൻ പറ്റിയാലായിരുന്നു. ഇവിടെ കിടന്നു. രാവിലെ ആയപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചറിയിച്ച്. നെടുങ്കണ്ടം കുഴിപ്പെട്ടി വാവല്ലൂർ സോമനാഥപിള്ളയുടെ വീടിന് മുൻവശം വൻ ശബ്ദത്തോടെ ഇടിഞ്ഞതാണോ. വീടിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ച നിലയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഏതാണ്ട് 3:15 കൂടിയാണ് ഒരു ഉരുള് പൊട്ടുന്ന സൗണ്ടോട് കൂടി വലിയൊരു ശബ്ദത്തോടു കൂടി ഇവിടുത്തെ അയൽവക്കത്തുള്ളവർ തന്നെ പേടിച്ചു പോയി. അത്രയും സൗണ്ടോട് കൂടി ഒരു സ്ഫോടനം തന്നെ ഉണ്ടായ രീതിയിലാണ് ഒരു ചെതറി തെറിക്കുന്ന രീതിയിലൊരു സൗണ്ട് ഉണ്ടായത്. മരമൊടിഞ്ഞു വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. മുണ്ടിയേരുമ ആശാൻപടിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉടുമ്പൻചോല ഇലക്ട്രിക് സെക്ഷന് കീഴിൽ പാറത്തോട്, ആനമുണ്ട, വട്ടപ്പാറ, ആട്ടുപാറ, രാജ എസ്റ്റേറ്റ്, മയിലാടുംപാറ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കരുണാപുരത്ത് ഫാം ഹൌസിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. മാവടിയിൽ വൻമരം റോഡിലേക്ക് പതിച്ച് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. റവന്യൂ വകുപ്പ് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മയിലാടുംപാറയിൽ പ്രളയത്തിൽ തകർന്ന പാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തി വീണ്ടും തകർന്നു. ന്യൂസ് 18 ഉടുമ്പൻചോല. നിർമ്മാണം പൂർത്തിയായി 2 ദിവസത്തിനകം ദേവികുളം ലോക്കാട് റോഡ് തകർന്നു. നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് ഇളകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ലോക്കാട് റോഡാണ് ദിവസങ്ങൾക്കകം തകർന്നത്. നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് ഇളകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. பாலத்தில் சும்மா ஒரு காங்கிரீட்டு கூட போடாமல் அப்படியே விட்டு மெட்டல் மாத்திரம் போட்டு போயிட்டாங்க. இது இனி பெரிய வண்டிகள் வந்துச்சுன்னு சொன்னால் கம்ப்ளீட் இந்த ரோடே போயிடும். இப்போ போட்டிருக்கிற ரோடு 1 மாதத்துக்கு கூட நிற்கிறதுக்குள்ள சான்ஸ் இல்லை. റോഡിന് നടുവിലൂടെ കലുങ്ക് നിർമ്മിക്കുന്നതിന് പകരം കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. മുറപ്പടി അതിൽ
ஒரு சின்ன போக்கு கூட போடாமல் 2 குலையை வச்சுட்டு மெட்டில் போட்டு போயிட்டாங்க. இனி பெரிய பெரிய வண்டிகள்லாம் இந்த வழி தேவல எஸ்டேட்டு லாக்காட்டுக்கெல்லாம் கொண்டு வர வண்டி உள்பட போகும்போது இந்த ரோடு நிற்காது. ഇത് പരിശീലനം പണി இந்த റോഡ് ഇനിയും ഞങ്ങൾക്ക് ചെഞ്ചു വിടും. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലോക്കാട് റോഡിന് ശാപമോക്ഷമായത്. അതുകൊണ്ട് തന്നെ കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതോടൊപ്പം തന്നെ റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുന്നതിന് അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയിൽ റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പ് സമരം നടത്തി. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ചേർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയിൽ ലോക്ക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച നവീകരണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. കാസർഗോഡ് മണ്ഡലത്തിലെ ചേർക്കള മുതൽ ഉക്കിനടുക്ക വരെയും മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉക്കിനടുക്ക മുതൽ അടുക്കസ്ഥല വരെയും 2 ഭാഗമായി തിരിച്ചാണ് ടെൻഡർ നൽകിയിരിക്കുന്നത്. ഉക്കിനടുക്ക മുതൽ കർണാടക അതിർത്തിയായ അടുക്കസ്ഥല വരെയുള്ള 10 കിലോമീറ്ററിൽ 27 കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണം 90% പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ കരാറുകാരന് പകുതി തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ചെർക്കള മുതൽ ചെർലടുക്ക വരെയുള്ള 7 കിലോമീറ്ററിലേറെ വരുന്ന റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നെല്ലിക്കട്ടയിൽ റോഡ് ഉപരോധിച്ചു. സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് 15 ദിവസത്തിനുള്ളിൽ ഈ റോഡിന്റെ പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി ജനകീയ സമരസമിതി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു കമ്പനി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. ജനങ്ങൾ ഇവിടെ സഹിച്ച് മടുത്തിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. ആലക്കോട് ചെറുപാറയിൽ നടപ്പിലാക്കിയ ജലനിധി പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന് ആക്ഷേപം. 8 വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതിയിൽ പണമടച്ചവർക്ക് പോലും വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ് ആലക്കോട് പഞ്ചായത്തിലെ ചെറുപാറയുൾപ്പെടുന്ന കുടിയേറ്റ ഗ്രാമം. കുഴൽക്കിണർ നിർമ്മിച്ചാൽ പോലും വെള്ളം ലഭിക്കാത്ത പ്രദേശത്ത് ആശ്വാസമായാണ് 8 വർഷം മുൻപ് ജലനിധി പദ്ധതി തുടങ്ങിയത്. 10,000 മുതൽ 25,000 രൂപ വരെ ഒരു കണക്ഷന് വേണ്ടി കൊടുത്തവരുണ്ട്. മാസാമാസം 150 രൂപ വേറെയും. എന്നാൽ ആദ്യത്തെ 2 മാസം വെള്ളം ലഭിച്ചെങ്കിലും പിന്നീട് പലർക്കും കുടിവെള്ളം കിട്ടാതായി. ആ വീട്ടുകാർക്ക് വെള്ളം കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ 3-4 വീട്ടുകാർക്ക് വെള്ളമില്ല. ആ വീട്ടിൽ അവൾ പറയേണ്ടി ചേച്ചി വെള്ളമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾ പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൈപ്പിലൊന്നും തുള്ളി വെള്ളമില്ല. പൈപ്പുകൾ പലയിടത്തും പൊട്ടുന്നതാണ് ജലവിതരണത്തിന് തടസ്സമാകുന്നതെന്നായിരുന്നു നടത്തിപ്പുകാരന്റെ വാദം. കോടികൾ ചെലവഴിച്ചു നടപ്പിലാക്കിയ പദ്ധതിയിൽ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകളാണ് ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരിമിതമായ സൗകര്യം മാത്രമേ ഈ പരിസരത്തുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം വെള്ളം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ട. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ആലക്കോട് പഞ്ചായത്തിലെ രയരോം കാവുംകുടി തുടങ്ങിയ വാർഡുകളിലും ഇതേ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. കാരയാട്, ഞാപ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. എല്ലാവരും പറഞ്ഞ 500 രൂപ നിങ്ങൾ കൊടുക്കണ്ട, പൈസ വെള്ളം കിട്ടിയിട്ടാകുമ്പോൾ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് കടം ആക്കണ്ട, ഏതായാലും നമ്മൾക്ക് ആവശ്യത്തിനില്ലല്ലോ വെള്ളം, അതുകൊണ്ട് നമുക്ക് കടം ആക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ പൈസയും കൂടെ അന്ന് കൊടുത്തിട്ട് വന്നത്. അതുകൊണ്ട് ആ പൈസയും പോയി, ഈ പൈസയും പോയി, എല്ലാം പോയി. ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്ന കിണറുണ്ടെങ്കിലും പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി നാട്ടുകാർ പറയുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി പോലും 3 വർഷമായി ചേരുന്നില്ല. കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന് ഉപഭോക്താക്കൾ ഒന്നാകെ ആവശ്യപ്പെട്ടിട്ടും നടത്തിപ്പുകാരൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മാസാമാസം പിരിച്ചെടുക്കുന്ന പണത്തിന് കൃത്യമായി ബില്ല് പോലും ഇയാൾ നൽകാറില്ല. അഴിമതിയുടെ സ്മാരകങ്ങളായി ജലനിധി പദ്ധതി മാറുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുകയാണ്. ന്യൂസ് 18 ആലക്കോട്. ഏറെ നാളത്തെ കുടിവെള്ള പ്രശ്നത്തിന് കിണർ കുഴിച്ച് പരിഹാരം കണ്ടെത്തി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഴിമ്പുള്ളി ഗോപാലനും പുളിക്കൽ രാവാട്ടേരിയിലെ UDF പ്രവർത്തകരും. രാവാട്ടേരി ചിരാംതോടി അബൂബക്കറിന്റെ വീട്ടിലാണ് സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകിയത്. ചീരാൻതൊടി അബൂബക്കറും കുടുംബവും ദീർഘനാളായി കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടിയെത്തിയവരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ആവശ്യം ന്യായമാണെന്ന് കണ്ട UDF പ്രവർത്തകർ
തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ കിണർ പണി ആരംഭിച്ചു. 20 ദിവസം കൊണ്ട് 10 കോൽ താഴ്ചയിൽ വെള്ളം കണ്ടു. ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFിൻ്റെ പ്രവർത്തകരെല്ലാവരും നല്ല ഊർജ്ജസ്വലരായിട്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ഒരു ഉസ്താദിനെ വിളിച്ചു, കുറ്റിയടിപ്പിച്ചു. ഇപ്പോൾ അതാ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളായി, 10 കോലായി നിൽക്കുകയാണ്. ഇന്നലെ വെള്ളം കണ്ടു. തുടർന്നും അതിൻ്റെ എല്ലാ വർക്കുകളും ഞങ്ങൾക്ക് തന്നെ തീർത്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വാർഡിൽ UDF പരാജയപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ നിറവേറ്റി. ഒരു 2 ആഴ്ചയോളം നിരന്തരം രാത്രികളിൽ നടന്ന വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 10 കോലോളം താഴത്തിലുള്ള ആഴത്തിൽ നമുക്ക് കിണറെത്തുകയും അതിൽ വെള്ളം ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം ജോലി ചെയ്തിട്ട് ഒഴിവ് സമയത്തിൽ ഒരു രാത്രി 7 മണി മുതൽ ഒരു 11 മണി വരെ ജോലി ചെയ്ത് വളരെ നല്ല രീതിയിൽ ആ വർക്കുകൾ വളരെ നല്ല ഒരു കിണർപ്പണി അറിയുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ആ വർക്കുകൾ പൂർത്തിയാക്കാൻ ഓരോ പ്രവർത്തകരും ഓരോ UDF പ്രവർത്തകരും സഹകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊണ്ടോട്ടി. കടുവ ഭീതി വിട്ടൊഴിയാതെ മൂന്നാറിലെ തോട്ടം മേഖലകൾ. കഴിഞ്ഞ ദിവസവും നൈമക്കാട് വെസ്റ്റ് ഡിവിഷനിൽ ഗർഭിണി പശുവിനെ കടിച്ചുകൊന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കന്നിമല ടോപ്പ് ഡിവിഷനിലും നമയക്കാട് എസ്റ്റേറ്റിലുമായി 10 പശുക്കളെയാണ് കടുവ കൊന്നു തിന്നത്. വനംവകുപ്പ് നഷ്ടപരിഹാരമോ വേണ്ട നടപടിയോ സ്വീകരിക്കുന്നില്ല എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. മൂന്നാറിൽ വിദൂര മേഖലയായ നൈമക്കാട് വെസ്റ്റ് ഡിവിഷനിലാണ് ഇന്നലെ ഗർഭിണിയായ പശുവിനെ കടുവ കൊന്നുതിന്നത്. എസ്റ്റേറ്റ് തൊഴിലാളിയായ പളനിച്ചാമിയുടെ പശുവിനെയാണ് കടുവ കൊന്നത്. இப்போ எனக்கு ஒரு இதோட 6வது மாடுனாலும் ஒரு மாட்டுக்கு இன்சூரன்ஸ் காசு கட்டியிருக்கு. மற்ற எதுவும் ஃபாரஸ்ட்டில் இதில் எதுவும் எங்களுக்கு கட்டியிല്ല. இப்போ இந்த மாட்டுக்கு இப்போ டாக்டர் வச்சு எல்லாம் வந்து பார்க்க வராங்க. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കന്നിമല ടോപ്പ് ഡിവിഷൻ, നയമക്കാട് എന്നിവിടങ്ങളിലെ 10 പശുക്കളെ കടുവ കൊന്നുതിന്നു. നഷ്ടപ്പെട്ട പശുക്കൾക്ക് നഷ്ടപരിഹാര തുക പോലും നൽകാത്തതും തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് തോട്ടം തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഞാൻ കടലാർ എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. 44 വർഷം ഞാൻ കമ്പനിയിൽ പണിയെടുത്ത ആളാണ്. ഇവിടെ കിടക്കുന്ന ജനങ്ങളുടെ ഒരു ജീവിതം ഈ കമ്പനിയുടെ പണിയില്ലാതെ ജീവിക്കുന്നത് ഈ പശുക്കളെ വെച്ചാണ്. എന്നാൽ ഒരു കുടുംബത്തിൽ 1 പശു 2 പശു ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ വന്ന് ഒരു എസ്റ്റേറ്റ് മേഖല എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 30 പശു 40 പശു ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 10ഉം 4ഉം 3ഉം ആയിരിക്കുന്നത്. ഇത് മൊത്തം ഈ പുലിയും കടുവയും എല്ലാം അടിച്ച് എല്ലാത്തെയും കടിച്ചു തിന്നുന്നു. വനംവകുപ്പ് നടപടി സ്വീകരിക്കാതെ വന്നതോടെ ഇവിടെ കെണിവെച്ചിരുന്നു. ഇതിൽപ്പെട്ട 6 മാസം മുൻപ് കടുവ ചത്തിരുന്നു. കെണിവെച്ച മുരുകൻ എന്ന തൊഴിലാളിയെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വന്യമൃഗങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം ജനങ്ങളുടെ ജീവന് നൽകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 മൂന്നാർ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ട് ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ല എങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. ആയിരക്കണക്കിന് ഭക്തരിൽ അനുഗ്രഹം ചൊരിഞ്ഞ് മകരജ്യോതി തെളിഞ്ഞു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. സന്നിധാനത്തെത്തിയ തിരുവാഭരണം തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി VK ജയരാജ് പോറ്റിയും ചേർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ 5000 പേർക്ക് മാത്രമായിരുന്നു സന്നിധാനത്ത് പ്രവേശനം അനുവദിച്ചിരുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തെ മലമുകളിൽ പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് മിന്നിയണഞ്ഞു. സന്നിധാനത്ത് തടിച്ചുകൂടിയിരുന്ന തീർത്ഥാടകരുടെ കണ്ടങ്ങളിൽ നിന്ന് ശരണമന്ത്രങ്ങളുയർന്നു. പന്തളത്തു നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര മല കയറിയത് പരമ്പരാഗത പാതയിലൂടെ. പന്തളം രാജപ്രതിനിധിയുടെ അഭാവം ഒഴിച്ചാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയത്. ദേവസ്വം ബോർഡ് അംഗങ്ങളും ഭക്തജനങ്ങളും ചേർന്നാണ് തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്ന് സ്വീകരിച്ചത്. ആഴിയുടെ അകമ്പടിയിൽ തീവട്ടികളുടെ സുവർണ ശോഭയിൽ ഘോഷയാത്ര സന്നിധാനത്തേക്ക്. പതിനെട്ടാം പടി കയറിയെത്തിയ തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും
ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങി. അല്പസമയത്തിനുള്ളിൽ മഹാദീപാരാധന. ഈ മാസം 19 വരെ തീർത്ഥാടകർക്ക് അയ്യനെ കാണാം. 20-നാണ് നടയടയ്ക്കുക. കോവിഡ് സാഹചര്യത്തിൽ എല്ലാവർക്കും എത്താനായില്ലെങ്കിലും എത്തിയവർക്കെല്ലാം ദർശന സായുജ്യം. മകരവിളക്ക് കണ്ട ആത്മനിർവൃതിയിൽ തീർത്ഥാടകരുടെ മലയിറക്കം. പ്രശാന്ത് മംഗലശ്ശേരി, ആർ പ്രിയൻ, ശശിനാരായണൻ എന്നിവർക്കൊപ്പം സന്നിധാനത്തു നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. വയനാട് ജില്ലയിൽ കോവിഡ് വാക്സിൻ എത്തി. വാക്സിന്റെ ആദ്യഘട്ട വിതരണം 16-ന് തുടങ്ങും. 9590 ഡോസ് കോവിഷീൽഡാണ് എത്തിയത്. കോഴിക്കോട് റീജിയണൽ വാക്സിൻ സ്റ്റോറിൽ നിന്നാണ് കോവിഷീൽഡ് എത്തിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ജോയ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എന്നിവർ ചേർന്ന് വാക്സിൻ ഏറ്റുവാങ്ങി. 16 മുതൽ ജില്ലാ ആശുപത്രി മാനന്തവാടി, താലൂക്ക് ആശുപത്രി ബത്തേരി, വൈത്തിരി കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ 9 കേന്ദ്രങ്ങളിൽ വാക്സിൻ നൽകും. 12,010 പേരാണ് ഇതുവരെ ജില്ലയിൽ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തത്. ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ 100 പേർക്കാണ് കുത്തിവയ്പ് നൽകുന്നത്. വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറിൽ ഫ്ലോ മീറ്റർ ഘടിപ്പിക്കുന്നതിനിടെ ക്യാപ്പ് ഊരിത്തെറിച്ച് പരിഭ്രാന്തി പരത്തി. ശബ്ദം സ്ഫോടന തുല്യമുയർന്നതാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ പരിഭ്രാന്തരാക്കിയത്. ആശുപത്രിയിലെ 3ാമത്തെ നിലയിലെ സ്ത്രീകളുടെ വാർഡിലായിരുന്നു സംഭവം. കൽപ്പറ്റ ഫയർ സ്റ്റേഷനിൽ നിന്നും ഉടനടി ഉദ്യോഗസ്ഥരെത്തി അപായ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തി. സിലിണ്ടർ മാറ്റുന്നതിനിടെ ആശുപത്രിയിലെ ഒരു നഴ്സിന് നിസാര പരിക്കേറ്റു. അമിതമർദ്ദമായിരിക്കും ഫ്ലോ മീറ്റർ ക്യാപ്പ് ഊരിത്തെറിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേശീയപാത കൂരിയാട് പാളത്തിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ VK പടി സ്വദേശി വലിയാട്ട് ബഷീറാണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഭാര്യയും കുട്ടിയും തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീത് പിടിയിൽ. ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നാണ് സിറ്റി പോലീസിലെ പ്രത്യേക സംഘം വിനീതിനെ പിടികൂടിയത്. 50-ലേറെ കവർച്ച കേസുകളിൽ പ്രതിയാണ് വിനീത്. കണ്ണൂർ പാനൂരിൽ വിദ്യാർത്ഥിയുടെ മാതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രധാന അധ്യാപകൻ അറസ്റ്റിൽ. ടെക്സ്റ്റ് ബുക്ക് വിതരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഈസ്റ്റ് വള്ളായി UP സ്കൂൾ പ്രധാന അധ്യാപകൻ ചെറുവാഞ്ചേരി ചീരാറ്റ സ്വദേശി VP വിനോദിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷമാണ് വിനോദ് പ്രധാന അധ്യാപകനായി ചുമതലയേറ്റത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം വീരമണി രാജുവിന് സമ്മാനിച്ചു. ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഹരിവരാസനം 2021 പുരസ്കാരം നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ടൂറിസം ദേവസ്വം മന്ത്രിയെ ക്ഷണിക്കുന്നു. ഹരിവരാസനം പുരസ്കാരം, ഈ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഫലകം സമ്മാനിക്കുന്നു. ഹരിവരാസനം പുരസ്കാരം 2021 കലൈമാമണി വീരമണി രാജു. തെന്നിന്ത്യൻ ഭാഷകളിൽ നിരവധി ഭക്തിഗാനങ്ങൾ ആലപിച്ച വീരമണി രാജുവിന്റെ സംഗീതരംഗത്തെ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത്. മഹനീയമായ ഹരിവരാസന പുരസ്കാരം ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ മഹാസംഗീതജ്ഞനായ വീരമണി രാജുവിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങ് മകരവിളക്ക് മഹോത്സവത്തിന് മാറ്റുകൂട്ടുക തന്നെയാണ്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഹരിവരാസന പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വീരമണി രാജു പറഞ്ഞു. അയ്യപ്പന്മാരും കൂറിക്കൊണ്ട് അയ്യനാടി ചെന്നിടുവാൻ ശബരിമലയ്ക്ക് ചെന്നിടുവാൻ. 2012 സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഹരിവരാസന പുരസ്കാരം ഏർപ്പെടുത്തിയത്. 18 പടി വീത് ഏറിടുവാൻ
അതിമുഖം കണ്ടേ മയങ്ങിടുവാൻ അയ്യനെ തുതിക്കയിലേ തന്നയേ മറന്നിടുവാൻ പള്ളിക്കട്ട് കല്ലും മുള്ളും. ന്യൂസ് 18 സന്നിധാനം. സുൽത്താൻ ബത്തേരി കൊളകപ്പാറ കവലയിൽ ഗുഡ്സ് വാഹനം മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. മുട്ടിൽ പാറക്കൽ സ്വദേശി മുസ്തഫ, മീനങ്ങാടി സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്. മൂന്നാറിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രി വരുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ നിർമ്മാണം. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് MLA S രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. KFDCയുടെ സമീപത്തുള്ള 5 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് ആശുപത്രിക്കായി കണ്ടെത്തിയിട്ടുള്ളത്. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു അത്യപൂർവ ഷോ. യങ് ജീനിയസ് ജനുവരി 16 മുതൽ വൈകിട്ട് 7 മുതൽ ന്യൂസ് 18-ൽ. ചെന്നൈയിൽ നിന്നുള്ള 15 വയസ്സുകാരൻ ലിഡിയനെ കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ഇത് യങ് ജീനിയസ്. ഈ കുട്ടിയുടെ കഴിവ് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഇത് യങ് ജീനിയസ്. ഇവന്റെ വിരലുകൾക്ക് മാന്ത്രിക ശക്തിയാണുള്ളത്. ഇത് യങ് ജീനിയസ്. തന്റെ 15-ാം വയസ്സിനുള്ളിൽ ഇവൻ ലോക ശ്രദ്ധ നേടി. നെറ്റ്വർക്ക് 18-ന്റെ പ്രത്യേക ഷോയിൽ കാണാം ലിഡിയൻ നാദസ്വരത്തിന്റെ ജുഗൽബന്ദി. കണ്ണുകെട്ടിക്കൊണ്ട് പിയാനോയിൽ ജാലവിദ്യ തീർക്കുന്നവൻ. ഒരേ സമയം 2 പിയാനോ വായിക്കുന്ന കൊച്ചുമിടുക്കൻ. Scott playing piano on 2 pianos in 1960, so that inspired me to do and play in 2 pianos during the World's Best Finals. A.R. റഹ്മാന്റെ അത്ഭുതകരമായ കഴിവുള്ള ശിഷ്യൻ. കാണുക ബൈജൂസ് യങ് ജീനിയസ്. ജനുവരി 16 രാത്രി 7:30 ന്യൂസ് 18 കേരളത്തിൽ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com.